ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കടുവ ചത്തു. മയക്കുവെടി വെച്ചതിനു പിന്നാലെ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്ത കടുവയെ സ്വയരക്ഷാർത്ഥം വനംവകുപ്പ് ജീവനക്കാർ വെടിയുതിർക്കുകയായിരുന്നു. കടുവയുടെ പോസ്റ്റ്മോർട്ടം നാളെ തേക്കടിയിൽ നടക്കും. ദൗത്യസംഘത്തെയും കണ്ടുനിന്നവരെയും ഭീതിയിലാഴ്ത്തിയ നിമിഷമായിരുന്നു ഇത്. കടുവ മനുഷ്യജീവൻ എടുക്കുമോ എന്ന ഭയന്ന നിമിഷങ്ങൾ. കടുവയുടെ അടിയേറ്റ മനു എന്ന ഫോറസ്റ്റ് വാച്ചർ വീണു. മനുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഫൈബർ ഷീൽഡും ഹെൽമറ്റും കടുവയുടെ ആക്രമണത്തിൽ തകർന്നു. പിന്നാലെ വനം വകുപ്പ് ജീവനക്കാർ പലതവണ സ്വയരക്ഷാർത്ഥം വെടിയുതിർത്തു. ഡോക്ടറെ നേരെയാണ് ചാടിയത്. ഡോക്ടറെ സൈഡിൽ മനു എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവനക്കാരനുണ്ടായിരുന്നു. ഷീൽഡും എല്ലാം പിടിച്ചിട്ട് ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ഷീൽഡും ഹെൽമറ്റും ഉണ്ടായിരുന്നു. പക്ഷേ മനുവിൻ്റെ ഷീൽഡിൽ അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ. രണ്ടാമത്തെ അടി മനുവിൻ്റെ ഹെൽമറ്റിലായിരുന്നു. ഹെൽമറ്റ് ഇവിടെ ഉണ്ട്. ഹെൽമറ്റ് പൊട്ടി താഴെ വീണു. മൂന്നാമത്തെ അടി മനുവിൻ്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കടുവ ഡെത്തായിട്ടുണ്ട്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് മനുവിനെ കുമളിയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജീവിതത്തിലെ ആദ്യ അനുഭവമെന്ന് പറയുമ്പോഴും മനുവിന്റെ മുഖത്ത് നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല. ശരീരം മുഴുവൻ നുറുങ്ങുന്ന വേദനയാണെന്നും മനു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഹെൽമെറ്റ് പൊട്ടി എന്നെ ആ ഷീൽഡെ കൂടെ തന്നെ ഇത് താഴോട്ട് ഇരുത്താൻ വേണ്ടി നോക്കിയായിരുന്നു കടുവ. അപ്പോൾ എനിക്ക് തോന്നി ഞാനത് ചെയ്തപ്പോൾ എനിക്ക് അത്ര പേടി തോന്നില്ല. പക്ഷേ ഞാൻ വിഷ്വൽ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ശരിക്കും പേടി തോന്നിയത്. പ്രൊട്ടക്ഷൻ പക്ക ആയതുകൊണ്ട് വേറെ ശരീരത്തിന് ബോഡിക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ ആ ഷെയ്ക്കിൻ്റെതായിട്ടുള്ള ശരീരത്തിന് പ്രശ്നങ്ങൾ, ദേഹത്തിൻ്റെ വേദന, പെടലിക്ക് വേദന, അങ്ങനെയൊക്കെ. വീണില്ല. വീണാൽ പോയില്ലേ. വീണ് വിട്ടു കഴിഞ്ഞാൽ പുറകെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കെല്ലാം അവിടെ വരുന്നുണ്ട്. പരമാവധി പിടിച്ചു നിന്നു. പുലർച്ചെ 2:30യോടെയാണ് ഗ്രാമ്പിയോട് ചേർന്നുള്ള മറ്റൊരു തോട്ടം മേഖലയായ അരണക്കല്ലിൽ കടുവയെത്തിയത്. ഒരു പശുക്കിടാവിനെയും നായയെയും കടുവ കൊന്നു. തുടർന്ന് ഇതിനോട് ചേർന്നുള്ള തേയിലക്കാട്ടിൽ മണിക്കൂറുകളോളം കടുവ കിടന്നു. ഡ്രോൺ നിരീക്ഷണവുമായി ഫോറസ്റ്റ് സംഘവും തുടർന്നു. വെറ്റിനറി ഡോക്ടർമാരായ അനുരാജിന്റെയും അനുമോദിന്റെയും നേതൃത്വത്തിലാണ് ദൗത്യം ആരംഭിച്ചത്. 11 മണിയോടെ സംഘം കടുവയ്ക്ക് 10 മീറ്റർ അകലെ എത്തി. 11:10 ആദ്യ ഡോസ് മയക്കുവെടി. ഏൽക്കാതെ വന്നതോടെ രണ്ടാമത്തെ മയക്കുവെടി. ഇതോടെയാണ് കടുവ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തത്. ഒരാഴ്ച മുമ്പാണ് ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കടുവയെത്തിയത്. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നതോടെ കടുവയെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതോടെ കൂട് സ്ഥാപിച്ചെങ്കിലും ശ്രമം പാളി. കടുവയുടെ ഇടതുകാലിനേറ്റ പരിക്ക് ഗുരുതരമാണെന്നും ആരോഗ്യസ്ഥിതി മോശമാണെന്നും കണ്ടെത്തിയതോടെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെയാണ് കടുവ ഗ്രാമ്പി എസ്റ്റേറ്റ് വിട്ട് അരണക്കലിലെത്തിയത്. ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം.